ഓണായോ? ഓണം ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിമറഞ്ഞല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാല് ഈ ഒരു 1975 തൊട്ട് ഒരു 1995 എടുക്കാം, 20 years, 2 decades of human manipulation. ക്യാമറ സംസാരിക്കുന്ന അതെ, അവിടെ എന്താണ് ഏറ്റവും വലിയ റെവല്യൂഷൻ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഏതൊക്കെ തരത്തിലാണെന്ന് നോക്കിയാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു എറ എന്ന് പറയാൻ മനസ്സിലായ സംഭവം എന്നാണെന്നറിയോ? 84 എങ്ങാണ്ട് HIV കണ്ടുപിടിക്കുന്നു. അതിനു മുമ്പ് ഗർഭനിരോധിത ഉറകളായ സാധനങ്ങളിൽ കോണ്ടം എന്ന് പറയുന്ന സാധനത്തിലൂടെ അല്ലാതെ സെക്ഷൽ സാധനത്തിനകത്തൊരു ഭയങ്കര റെസ്ട്രിക്ഷൻ വരിക. അപ്പോൾ നീ ഇപ്പൊ 1983 തൊട്ട് അല്ലെ 84 തൊട്ട് ഇപ്പൊ 2025 അല്ലെ 2030 അല്ലെ 35 വരെയുള്ള ഒരു കാലയളവിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചാണ്ടല്ലോ, ഈ സാധനമല്ലേ ഈ വർഷങ്ങളല്ലേ കോണ്ടത്തിനകത്ത് കയറ്റി വെക്കുവാന്ന് വിചാരിക്കും. ഈ വലിയൊരു അതിനകത്ത് ആ കോണ്ടം എറ അതാണ് ഈ കാലഘട്ടം. മനസ്സിലായില്ലേ? അവിടെ എല്ലാവരും ഭയന്നതും പേടിച്ചതായിട്ടുള്ളത് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും അതും ഇതുമൊക്കെ ഭയന്ന കാലം ആദ്യമായിട്ടുണ്ടാവുക. അതിനു മുമ്പ് ഉണ്ടായാലും അറിയുന്നില്ല. എന്നുവെച്ചാൽ ഇത് അപ്പോഴാണോ ഉണ്ടായത്, അതിനു മുമ്പാണോ? നമുക്ക് ആർക്കും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല എന്നാ എവിടെന്നാന്നൊന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. കൃത്യമായ പറച്ചിലൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ എന്തൊക്കെ പറഞ്ഞു. പക്ഷെ താനൊന്ന് ആലോചിക്കണം, അതിന് മുമ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗർഭനിരോധിത ഉറ എന്ന് പറയുന്ന സാധനത്തിനൊന്നും വലിയ അതൊന്നും ഇല്ലാന്ന്. ഈ പറഞ്ഞ ലാറ്റക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയും വില ഉണ്ടാകുന്നതും റബ്ബർ കൃഷിയിലൂടെ അച്ചായന്മാർ കാശുണ്ടാക്കിയതും റബ്ബർ തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് അതൊക്കെ ആകുന്നതും ഒക്കെ ആ ഒരു ഇറയുണ്ട് കേട്ടോ. ഇത് കഴിയും, മനസ്സിലാകുന്നുണ്ടോ എനിക്ക്? ഇതിന് എന്താണേലും ഒരു ക്യൂർ പോലത്തെ എന്തെങ്കിലും വരും. ഇപ്പൊ മാനേജബിൾ അങ്ങനെയുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് ചിന്തിക്കുന്നില്ല. ഇതൊരു ആ ഒരു സ്ഥലം പക്ഷെ സത്യത്തിൽ വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ എന്നാന്നറിയോ, ഇത് വളരെ നല്ല ഒരു സാധനമാണ്. അതെ, വളരെ നല്ലൊരു സാധനമാണ്. കാരണം എന്താ വെച്ചാല് ഈ ഏരിയ ശരിക്കും അങ്ങനെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ ഉണ്ടാകുന്ന മറ്റു ഈ അളിഞ്ഞ ഇൻഫെക്ഷനും മറ്റൊന്നും മറിച്ചൊക്കെ ഇടയ്ക്ക് വരുന്നു. ഇതിന്റെ ഏരിയ നശിക്കാൻ പാടില്ല. കാരണം പ്രത്യുൽപാദനം പോലത്തെ പരിപാടികൾ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറ്റിയുള്ള സകല പരിശോധനകൾക്ക് ശേഷമുള്ള ലൈംഗിക ഉത്തേജന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക വീഴ്ചയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അത്യുഗ്രൻ പ്രഹരശക്തിയുള്ള കരുത്തന്മാരായ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, ഈ ലൈംഗിക ഉത്തേജന മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തേജനത്തിലുണ്ടാകുന്ന കുട്ടി, മനസ്സിലായി? ഉത്തേജ് കുമാർ, അതാണ് നമ്മുടെ ഉത്തേജ് തോമസ്. വീട്ടിൽ ഉത്തുക്കുട്ടാന്ന് വിളിക്കും. മോനെ അലി ഖാൻ അല്ലേ? ഉത്തൻ വർഗീസ്. ഉത്തേഷ് കുമാർ മേനോൻ. ആ, ഉത്തേഷ് നായർ. പിന്നുണ്ട് ഉത്തജേഷ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളായിട്ട് കുറെ പേര് ചാടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് ശരിക്കും നല്ലതാണ്. കാരണം എന്നാ, പിന്നെയാണ് നമ്മൾ ഈ അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ അവിഹിത ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നു, ജാരസന്തതി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവായി കിട്ടി. ഫാമിലി പ്ലാനിങ് നടക്കാനുള്ള എല്ലാം റെഡിയായി. കാരണം ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ കോപ്പർ ടീ, പിന്നെ നോർമലി ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ നോക്കി കളിക്കാൻ അറിയാവുന്നവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അത് അവർ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. അതിനകത്തുള്ള പിന്നത്ര ആ ഒരു റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാം. പക്ഷെ ഇതല്ലാത്തവർക്കും ഈ സാധനം മതി ശരിക്കും പറഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ എനിക്ക്? ഇതിനകത്ത് അങ്ങനെ ഭയങ്കരമായ വലിയൊരു വ്യത്യാസമോ ഫീലോ ഒന്നും മനസ്സിലാകുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഈ ദാരിദ്ര്യം പിടിച്ചെടുത്ത് ശബ്ദം പോലും കേൾക്കാതെയാണ് ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാല് സെക്സ് നടക്കുന്നത്. ചെറിയ വീടുകളൊക്കെയാണ്, ഒറ്റമുറി വീടോ അല്ലെങ്കിൽ 2 മുറിയോ ഉള്ളെങ്കിലോ അവര് ശബ്ദം പിടിച്ച് നിൽക്കും. അങ്ങനെ ഉണ്ടായ പിള്ളേര് അത് വളർന്ന് നമ്മൾ ഈ പറയുന്ന 1975 to ഒരു 95 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായ കുട്ടികൾ ഇവിടെ വളരുവാണ്. അപ്പോൾ അവരുടെ ഒരു
അവർ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒരു ഭയങ്കര ദാരിദ്ര്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അത് വളരെ അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്. അതായത് ആരെ വേണേ പ്രേമിക്കാം, ജാതി പ്രശ്നങ്ങൾ കുറഞ്ഞു, മറ്റേ ഓണർ കില്ലിങ് കുറഞ്ഞു, ലവ് മാരേജസ് ഒരിടയ്ക്ക് എന്തോ ലവ് മാരേജ് എല്ലാം അങ്ങ് പ്രശ്നമാണ്. പണ്ടത്തെ കാലത്ത് ലവ് മാരേജ് ചെയ്ത ടീമൊക്കെ വലിയ ടീമാ, ഇച്ചിരി കൂടിയ ആൾക്കാർക്ക് അത് പറ്റത്തുള്ളൂ. ഇന്റർകാസ്റ്റ് മാരേജ് ഈ വിഷയം ഉണ്ടല്ലോ ഇപ്പൊ താൻ പറഞ്ഞ സാധനം, ഈ ലവ് മാരേജസിൽ ഈ പറയുന്ന ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർ റിലീജിയസ് മാരേജ് ഒക്കെ ഇപ്പോഴും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന മറ്റേ 80കളും 90കളും ഒക്കെ ആ ടീം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിള്ളേരുടെ സംസാരിക്കുന്നില്ല, അവരറിയുന്നില്ല. അതിന് മുമ്പെന്ന് കൊടുത്ത സാധനം, അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഈ മുമ്പെന്ന് കൊടുത്ത സാധനമുണ്ട്, ഇപ്പൊ 75 മുതൽ 95 വരെയുള്ള സമയം പറയുന്ന സമയത്ത് ഇത് ഈ പറയുന്ന പ്രണയിക്കണമെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിച്ച ചെറുപ്പ കുട്ടികൾ, ഈ പിള്ളേര് വളർന്നു വരുന്ന കൂട്ടത്തില് അതിന് മുമ്പത്തെ തലമുറയിൽ നിന്ന് കിട്ടിയ സാധനം അങ്ങനെ തന്നെ ക്യാരി ചെയ്യുന്നവരാണ് ഇപ്പൊ വന്നിട്ട് ഈ പറയുന്ന ഫേസ്ബുക്കിനകത്തും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ മാരേജ്, ഇപ്പൊ ഇന്റർ റിലീജിയസ് മാരേജ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാക്കുകയും അത് ഭയങ്കര അത് ശരിയല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ മറ്റിടത്തുനിന്ന് കിട്ടിയ സാധനം തന്നെ ക്യാരി ചെയ്ത് വന്നവരാ. എന്നാൽ ഇപ്പുറത്ത് വേറൊരു വിഭാഗമുണ്ട്, ആ വിഭാഗം വളരെ കൂളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് അവർ ഇതിലെ പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും എന്താണ് വിഭാഗം ഏതാണെന്നറിയോ? ഈ വിഭാഗത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പുറത്തുണ്ടായിട്ടുള്ളത്, അടുത്ത ജനറേഷനിലുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. അതായത് താൻ ഇപ്പൊ പറഞ്ഞ 2 ടൈപ്പ് വിഭാഗത്തെ പറ്റി പറഞ്ഞു. ഒരു കൂട്ടര് നേരത്തെ, അതായത് ഈ പറഞ്ഞ പോലെ കൾച്ചറൽ, സോഷ്യൽ, റിലീജിയസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് അവരുടെ പേരൻസിന്റെ അടുത്തു നിന്നോ അല്ലെ അതിന്റെ മോളിൽ നിന്നോ ഇത് അഡോപ്റ്റ് ചെയ്തിട്ട് അതുപോലെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരെന്നും പറഞ്ഞു. ഇത് 2 ടൈപ്പ് അല്ലേ? അത് മതി, 2ആക്കി 3ആക്കിയൊക്കെ വളരെയധികം ചിതറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ടൈപ്പിലുള്ളൂ. യഥാർത്ഥത്തിൽ ഈ കിടന്ന് വായിട്ടലച്ച് പുറത്ത് കിടന്ന് കളിച്ചോണ്ടിരുന്ന ഈ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ പ്രശ്നമുള്ള ആൾക്കാരെന്ന് പറയത്തില്ലേ, അവര് യഥാർത്ഥത്തിൽ കുറവാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മറ്റേ ടീമില്ലേ, അതായത് ഇതുപോലല്ല കുറച്ചുകൂടി ഫ്രീഡം വേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് നടന്നവർക്ക് റിസൾട്ട് ഇപ്പൊ കിട്ടുന്ന ഇവിടെ. അത് ഈ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇറാനിൽ നടന്നില്ല, ഖത്തറിൽ നടന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ ആഫ്രിക്ക നടന്നില്ലെന്നോ അല്ലെ എവിടെയെങ്കിലൊക്കെ നടക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇത് ലോകം യൂറോപ്പ് മാറിയ പോലെ എല്ലാവരും മാറുന്നില്ല. പക്ഷെ ഇവിടെ ഇത് യൂറോപ്പ് കണ്ടിട്ടോ അല്ലെ പുറത്തുള്ള രാജ്യം കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ പറയുന്നത് അങ്ങനെ ആയാൽ കൊള്ളാമെന്ന്. നമ്മളൊക്കെ ഇംഗ്ലീഷും അവിടുത്തെ ലൈഫ് സ്റ്റൈലും സൂപ്പർ, ഫ്രീ സെക്സും ഡ്രഗ്സും ബാറുകളും കസീനോസും പബ്ബ്, ഡാൻസ്, കൂത്ത്, റേവ്, താനത് മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ നടക്കാൻ കാരണം അവരുടെ പോപ്പുലേഷൻ അത്ര കുറവായതുകൊണ്ടല്ല, ആ ആഗ്രഹം ഉള്ള ആളുകൾ തന്നെ വലുതായി കൂടുതലുണ്ടാകുന്നത് കൊണ്ട് അവർ ഏകദേശം ഒരു പവർഫുൾ പൊസിഷനിൽ എത്തിയപ്പോൾ അവർ ഏൺ ചെയ്യാൻ തുടങ്ങി, അവർ പുറത്തിറങ്ങി തുടങ്ങി, വീട്ടുകാരുടെ പിടിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പതുക്കെ ഈ മാറ്റം ഉണ്ടായത്. മനസ്സിലായി? എല്ലായിടത്തും വന്നു, എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനി വരേണ്ട എവിടെയാണെന്നറിയോ? ഇനി ഈ ഭരിക്കുന്ന മന്ത്രിമാരെന്നും ഇരിക്കുന്ന ആൾക്കാർ മരിച്ചു പോകണം. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ മരിക്കണം, ദിലീപ്, പൃഥ്വിരാജ് വരെ മരിക്കേണ്ടി വരും. പൃഥ്വിരാജ് പിന്നെ എന്ത് ചെയ്യുമെന്നറിയോ? അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ നൈസായിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. വേണ്ടാത്ത അവന് താല്പര്യമില്ല, എന്നാലും അവൻ ചിലപ്പോൾ കാണിക്കും പിള്ളേരുടെ കൂടെ ഒക്കെ കൂടി, എന്നാലേ നിലനിൽപ്പുള്ളൂ എന്നുപോലെയൊക്കെ കാണിക്കാൻ അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ ഈ ടൈപ്പ് ആളല്ല. മനസ്സിലായില്ല? ആ പുതിയ പിള്ളേരുടെ പരിപാടി ഒന്നും അവന് പറ്റത്തില്ല. ഇപ്പൊ നമുക്കും പറ്റത്തില്ല പിള്ളേരോട് കൂടി എന്തിനും ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മനസ്സിലാകുന്നുണ്ട്. പൈസ ഇൻവെസ്റ്റ് ചെയ്ത റിലീജിയന് കൊടുത്തില്ല. പിള്ളേരെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, പിള്ളേരെ മനസ്സിലാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് പറ്റാത്ത ആൾക്കാരാണ് ഈ പറയുന്ന ഈ പൃഥ്വിരാജിന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാ. ആ മൂഡ് ആ സ്ഥലത്തോട്ടൊന്നും എത്തില്ല. നമുക്കും പിള്ളേരുടെ കൂടെ ചിലപ്പോൾ പരിപാടി അവതരിപ്പിക്കാനൊന്നും പറ്റില്ല. പിള്ളേരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പിള്ളേരെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവരെയും പിടിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് സാധനം അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് വിഷയമൊന്നും ആകത്തില്ല, അത്രയും ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നാ വെച്ചാല്, അപ്പൊ ഈ ടൈപ്പ് ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതിനകത്തുള്ളവർ തന്നെയാണ് പോലീസിലും ഒക്കെ കയറിയേക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ളത് പലയിടത്തും ചെറുപ്പക്കാര്, കളക്ടർ, ബ്രോ, സാറുമാര്, ടീച്ചർമാര്, അവരുടെ ആ ഇടപെടലുകള് അതെല്ലാം പോയി. പുതിയ ആളുകളായിപ്പോ ഉള്ളവര്, ഇപ്പോഴത്തെ 40 തൊട്ട് 50 വയസ്സ് വരെയുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ അവരുടെ ആഗ്രഹങ്ങളിലുള്ള സാധനങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരത്തുള്ളൂ. ടീച്ചർമാരൊക്കെ എന്തൊക്കെ വേണമല്ലോ ആവാം. ടീച്ചർ വരുന്നു,
ഇവിടെ ഫ്രീഡം വന്നു, അവർക്ക് തോട്ട്സിൽ ഭയങ്കര ഫ്രീഡം ഉണ്ടായി. ഇവിടെ വലിയ മൂവ്മെന്റ് പോലെ നടക്കുക. എന്നിട്ട് ഇതിനിടയില എസൻസ് വന്നെന്ന് പറയുന്നു, നോൺ റിലീജിയസ് മറ്റേ സംഘടന മറ്റേ മറിച്ച് അത് ഒരു സൈഡിൽ കൂടെ അവർ പൊളിച്ചെടുക്കുന്നു. ഇതൊക്കെ ഇവിടെ വേണ്ടത് നടത്തിയെടുത്തേ ഉള്ളൂ. അവരെല്ലാം വന്നപ്പോൾ വേണ്ട എല്ലാവരും ഒന്ന് ഒത്തുകൂടി നാച്ചുറലി സംഭവിച്ചേക്കുന്നത്. കാരണം അവരുടെ മൊത്തത്തിലുള്ള ഒരു ആഗ്രഹത്തിനകത്ത് മെജോറിറ്റി പേരുടെ ആഗ്രഹം കാണുന്നത് ഡ്രഗ്സ് വരണമെന്നുണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ കള്ളം കുടിച്ച് നടക്കാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് താല്പര്യമൊന്നും ഇല്ലാന്ന്. കാരണം ഈ കഞ്ചാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ കൊക്കൈനും ഒക്കെ പറയുന്നത് നമ്മൾ യൂറോപ്പിൽ സ്കാർഫേസും അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഓർക്കുന്നില്ലേ? എന്തുവാന്ന് സ്കാർഫേസിനകത്ത് മറ്റേ ആൽപച്ചീനോ കവന്ന് കിടന്നു എന്നൊക്കെ വലിക്കുന്ന തോക്കെടുത്ത് കണ്ടില്ലേ വെടിവെച്ച് കുത്തി മെട്ടിയൊക്കെ വയലൻസ് ഒക്കെ എന്നേ കഴിഞ്ഞാടോ അവിടെ. ഇവന്മാർ ഇവിടെ ഇപ്പോഴല്ലേ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സീരിയൽ കില്ലേഴ്സിനെ പോലത്തെ പടങ്ങളൊക്കെ കണ്ടിരിക്കുന്നു ഞാൻ. എനിക്ക് കൊല്ലാനൊന്നും തോന്നിയില്ല ആരെയും. ഇപ്പോഴത്തെ പൊട്ടന്മാർക്ക് ചിലപ്പോൾ ഈ പിള്ളേർ സെറ്റിന് അത്ര അവിടെയാണ് ഈ വ്യത്യാസം ഇരിക്കുന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ നമ്മള് മുന്നിലത്തെ തലമുറ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇല്ലാതെ പോയ സാധനങ്ങൾ, വീട്, പറമ്പ്, സ്വന്തമായിട്ട് പല ഐഡന്റിറ്റി പ്രശ്നങ്ങള്, ഫുഡ്, ഡ്രസ്സ്, ഇതൊക്കെ ഭയങ്കര നീഡ്സ് ആണ് അന്നത്തെ ആവശ്യങ്ങള്, എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ കണ്ട പിന്നീട് വന്നിട്ട് പലരും ഗൾഫിൽ പോയി വന്നു, കാശുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വലിയ വീട് വെച്ചത്. വലിയ വീട്, ഒരു കാറൊക്കെ, കല്യാണവും കഴിച്ചു. പിള്ളേർ 2 മതിലും കെട്ടി പിള്ളേരെ നല്ല സ്കൂളിൽ പറഞ്ഞു വിടണം. വെച്ചാൽ സ്കൂളും ഒക്കെ അവർ റെഡിയാക്കി. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അവിടെ. അവർക്ക് പള്ളിയും പരിപാടിയും വേണമെന്നു. അവർക്ക് അതാണ് അവരുടെ ആദ്യത്തെ എന്റർടൈൻമെന്റ് അവിടെ. ഈ പള്ളി പെരുന്നാളും പള്ളിയിൽ പോയിരുന്നുള്ള റിലാക്സേഷനും വർത്താനം കേൾക്കലും. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ടീം വരുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ അത് കണ്ടിട്ട് ഇവന്മാര് കാണിച്ച വണ്ടത്തരങ്ങള് നമുക്കത് പിടിക്കത്തില്ല. കാരണം നമുക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്റർനെറ്റ് വരുന്നു. മറ്റേ സാധനം എടുക്കാൻ പറ്റില്ലല്ലോ. ആ സ്ഥാനത്ത് ഹൈ ആയിരുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പോഴും അവരിവിടെ തന്നെ ഉണ്ട്. അവരിപ്പോഴും മറ്റേ ഈ എടപ്പള്ളി പള്ളിയിലൊക്കെ ചോറെടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് പല ടീമുകളും. മനസ്സിലായില്ലേ? അതാണ് ഒരു സമയത്തെ ഹീറോയിസം. അതെ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഇന്റർനെറ്റ് പരിപാടി, ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് വന്നു. വയനാട്ടിൽ ചെന്നാന്ന് ഒരാൾ, ചില ടീമുകൾ വയനാട്ടിൽ ചെല്ലും. അവർ ആ പ്രായക്കാരാ, അവർക്ക് അതൊക്കെയാ വലിയ ഹീറോയിസ് ആയിട്ട് തോന്നി വെച്ചത്. പിന്നെ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്, മെഡിക്കല്, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം അഡ്വാൻസ്ഡ് ആയി. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് പിന്നെയും സ്വാതന്ത്ര്യം, അതായത് പേടി കുറയുക. ഈ തലമുറയ്ക്ക് പേടി കുറച്ച് കുറവാ. ഒരു നെഞ്ചുവേന വന്നാൽ അറ്റാക്ക് ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, നമ്മൾ 2 പേരും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മരുന്നൊക്കെ ഇഷ്ടം പോലെ. ഇതൊക്കെ കഴിച്ചോണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. സൈഡ് എഫക്ട്സ് വരെ കുറഞ്ഞു. ആദ്യകാലത്തുള്ള കീമോ അല്ല ഇപ്പോഴത്തെ കീമോ. കുറെ പേര് ക്യാൻസറിന്റെ 3rd സ്റ്റേജ് രക്ഷപ്പെടുന്ന അവസ്ഥ വരെ എത്തിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് വേറൊരു ധൈര്യമുള്ളത്. പഴയ ആൾക്കാരുടെ പേടി പോകുന്നിടത്ത് ഈ ദൈവം മരണഭയം കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ആയുസ് കുറഞ്ഞ സ്ഥലത്ത് മരണഭയം കുറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ പ്രസക്തി കുറയും. മരണഭയം മാത്രമല്ല, സംഭവിക്കും. സ്കേഴ്സിറ്റി കുറയുക. നമുക്ക് ഫുഡിന്റെ ക്ഷാമമില്ല. പലയിടത്തും അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ അത് ദൈവം ഇല്ലാത്തതുകൊണ്ടല്ല. അനാവശ്യമായിട്ട് ദൈവം ഉണ്ടാവും അല്ലേ? ദൈവം ഉണ്ടല്ലോ. ദൈവം ഉണ്ടായിക്കോട്ടെ. ദൈവം ഉണ്ടായിക്കോട്ടെ. ദൈവത്തിന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അല്ല, ആർക്കും ഗുണമുണ്ട്. ദൈവം പ്രശ്നമാണ്. ദൈവമുണ്ട്. ദൈവം ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. ദൈവമുണ്ട്. ഞാനതാ പറഞ്ഞു നിർത്തി. ഇനി ആരോട്? ഈ പിള്ളേരോട് ദൈവം ഇല്ലെന്ന് പറയേണ്ട കാര്യമല്ലോ. പിന്നെ ആരോടോ പറയുന്നത്? ഇത് കേൾക്കുന്ന ആരാ? കേൾക്കുന്നത് തൊട്ട് മുമ്പത്തെ ടീമുകളാ. പഴയ ടീമുകളുടെ പോപ്പുലേഷൻ കൂടുതലാകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അവർ ഒരുപാട് പേര് മരിച്ചു. അവർക്ക് മരിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി മരിച്ചില്ലേ? ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോ മറ്റേ ഇതാക്കാൻ പോയില്ലേ, എന്താ സെയിന്റ് ആക്കാൻ പോയ ടീമുകളൊക്കെ. അതൊക്കെ അതായത് ഒരു 30 വർഷം മുമ്പാണെങ്കിൽ സെയിന്റ് ആയ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മരിച്ചതിനകത്ത് മെയിൻ ആൾക്കാരായിട്ട് നമ്മൾ കാണേണ്ടത് അങ്ങനെയൊക്കെ കാണേണ്ട കാര്യമുള്ളൂ. പിന്നെ ആരാ മരിച്ചത്? അതുപോലത്തെ ഒത്തിരി ഈ മരിച്ചതല്ല. അതൊക്കെ പോട്ടെ, ഒറ്റ കാര്യം പറയാം. ഈ കാത്തലിക് സഭയുടെ ഒരു പുതിയ വിശുദ്ധനുണ്ട്, ന്യൂ ജനറേഷൻ യോയോ ഫ്രീക്കൻ ഐഫോൺ ഒക്കെ എടുക്കുന്ന ഒരു സെയിന്റ്. പുതിയ ഇവിടെ എങ്ങാണ്ടല്ലേ? വാഴക്കാല ഇവിടെ അവരുടെ പള്ളിയുണ്ട്. അത് ആ സെയിന്റിന്റെ പേരെന്തോട്? എന്തോ ഒരു നൈസ് പേരാ. ഒന്ന് നോക്കിക്കേ. ബ്രൂണോ സെയിന്റോ അങ്ങനെ കണ്ടോ? ന്യൂജൻ സെയിന്റ് ഉണ്ട്. ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി സെയിന്റ്, സുന്ദരനായിട്ട് നിൽക്കുന്നു. കുട്ടപ്പൻ പുതിയ സെയിന്റിനൊക്കെ ഇറക്കി. ഡിവൈഎഫ്ഐക്കാര് മറ്റേ പ്രകടനത്തിന് പോയപ്പോ എല്ലാരും ജീൻസ് ഒക്കെ ഇട്ട് പോയ പോലെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രകടനം കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞ എല്ലാരും മുണ്ട് വിട്ടിട്ട് മറ്റേ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ആ പരിപാടി ഉണ്ട് ഇപ്പോഴും. ഈ പുതിയ ഇവിടെ കൊച്ചിന്നോ വല്ല അടിച്ചു നോക്കും. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായുള്ള പള്ളി, ഇവിടുത്തെ പള്ളി എവിടെയാണ്? വാഴക്കാല സൈഡിലുണ്ട്. അവിടെ ഒരു പുതിയ സെയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി കണ്ണമാലി ആ ഭാഗത്ത് വല്ലതും ആണോ? എവിടെയോ ഉണ്ട് ഈ സാധനം. ലേറ്റസ്റ്റ് സെയിന്റ് ഇൻ കേരള
സെയിന്റ് ചെകുത്താൻ കാർലോ 2026 എവിടെയും ആയിക്കോട്ടെ, പുതിയ സെയിന്റ് ആണ്. അല്ല ഫോട്ടോ ഒക്കെ ഇമേജ് ഉണ്ടാവും, ഇമേജസ് എടുത്ത്. കാർലോസ് അതൊന്നും അല്ല, ഇത് മറ്റേ ഇന്റർനാഷണലാ, യൂറോപ്പ്. ഇന്റർനാഷണൽ ആണ്. ഞാൻ പറഞ്ഞത് ഇവിടെ കേരള. എടോ അത് തന്നെയാണ് അയാളുടെ പേരിൽ ഇത് തുടങ്ങിയിരിക്കുന്നതാണ്. മലയാളി അല്ല, മലയാളി അല്ലല്ലോ. ഇവിടെ വന്നതിന്റെ ഇവന്റെ പേരൊക്കെ നമ്മൾ ഈ മറ്റേ തോമാന്ന് പറയുന്നത് ഇമേജ് ഒന്ന് എടുത്തേ. എന്നാന്നറിയോ, ഇത് വേറെയാണോ സെയിന്റ്? ന്യൂജൻ സെയിന്റ് എന്നുള്ള ചോദിച്ചു നോക്ക്. ഇവിടെ നമ്മുടെ അൽഫോൺസൊക്കെ പിടിച്ചോണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയിലെങ്ങാണ്ട് ഒരു പേര്, വേറെ ഒരു ഫണ്ണി പേരുള്ള സെയിന്റ് ഉണ്ടോ? താൻ നോക്ക്, ഞാനത് മറന്നുപോയി. അപ്പോ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എന്ത് വന്ന വിഷയം? നീ പറഞ്ഞു വരുന്നിടയ്ക്ക് ആ സെയിന്റിന്റെ ഒക്കെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? അതിനെന്തോ അത് ശരിയായില്ല, വഴുതി മാറിയല്ല, തെന്നിപ്പോയതാ. അല്ല ഇത് തെന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കയറേണ്ടി. അപ്പൊ പൂച്ചയോ? ഈ പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അത് തനിക്ക് തോന്നുന്നായിരിക്കും. ഞാനാണ് പട്ടി കണക്കാലെന്ന് താൻ പാടുണ്ടോ? പൂവരശ് പട്ടി കണക്കാലെ പൂത്ത കണക്കിന് അതെന്തോ ചേലാണ്. അത് ചിലപ്പോ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ശരിയാ, പൂത്തതിന്റെ പൂരത്തെ ഫംഗസ് പോലത്തെ ചേലുള്ള പെണ്ണ്. ഓ മോനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞു പോയി, ഇങ്ങനെ തൊട്ടെങ്കിലും പൊടിഞ്ഞു വീഴും. അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന പറയുന്നത്. അത്രയ്ക്ക് എടുത്തു പോയിട്ട് അലിഞ്ഞു പോകും. അതാ പറഞ്ഞ ടോക്സിക്കാ. തൂറി വരെ മെഴുകും അല്ലേ, ഫംഗസ് കയറി കഴിഞ്ഞാൽ ഭൂമി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ അറിയടേ, അപ്പൊ ഇപ്പോഴത്തെ അന്നത്തെ ആഗ്രഹം വെച്ചിട്ട് വീടും പറമ്പും മറ്റു കാര്യങ്ങളും ബാങ്ക് ബാലൻസ് വേണം, ഭയങ്കര പേടിച്ച് നിൽക്കുക. ഇൻഷുറൻസ് ഒന്നും ഇല്ല ഇവിടെ. ഇങ്ങനത്തെ കുറെ സേഫ്റ്റികൾ കൊണ്ടുവന്ന് വെച്ചു. മെഡിക്കൽ സയൻസ് സേഫ്റ്റി കൊടുത്തു, വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങി, എല്ലാം കഴിഞ്ഞ് എല്ലായിടത്തോട്ടും ട്രാവൽ ഫാസ്റ്റായി. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അത് നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഈ കേരളം വെച്ച് വെക്കണ്ട, ലോകം മുഴുവനുള്ള എല്ലാവരുടെയും ആഗ്രഹം വന്നത് ആ കാലഘട്ടത്തിൽ ജനിച്ചവരുടെ അല്ലേ. യൂറോപ്പുകാർ ശരി, അവരുടെ ആഗ്രഹം കുറച്ചുകൂടെ മുന്നിലാ. അവര് പണ്ടേ അങ്ങനാ. നമ്മളിപ്പൊ ജീവിക്കുന്നത് യൂറോപ്പിന്റെ ഒരു 50 വർഷം മുന്നത്തെ ജീവിതമേ ഉള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. അവിടുത്തെ വീട്, ഇതുപോലത്തെ വീടൊക്കെ അവിടെയൊക്കെ അന്നേ ഉണ്ടോ, ഒരു 50 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്. ഏടോ ഇപ്പോഴും താൻ നോക്കിയോ, ഇവിടെ ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്ങിന്റെ ഹൈറ്റും അവർ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും വെതറും ഒക്കെ നോക്കിയിട്ട് അവരുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അവരുടെ ബിൽഡിങ്ങിനകത്ത് കയറുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്, കംഫർട്ട് വേറെയാ. തറയിലൊക്കെ നല്ല തണുത്ത ആ ഒരു ക്ലൈമറ്റ്. അവര് മറ്റേ ഈ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാം. ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവർ ഇവിടെ സെറ്റ് ചെയ്തു, ഹൈറ്റ് കൂട്ടി ബിൽഡിങ്ങിന്. പൊട്ടനാണ് അവിടുത്തെ പോലെ ഇവിടെ പണിയും. അതിനകത്ത് ചൂട് കൂടി തണുപ്പ് സ്ഥലത്ത് പണിയേണ്ട ബിൽഡിംഗ് ആണ്. പറകോളൊക്കെ അടിച്ച് എന്റെ വീട്ടിൽ അകത്ത് ചൂട് കൂടി. വേറൊരു പ്രശ്നം പറയാം, ഇതുപോലെ തന്നെ ഈ ന്യൂ ജനറേഷനിൽ ഈ പിള്ളേരുടെ ഈ പ്രശ്നമുണ്ട്. ഞാൻ ആ പ്രശ്നത്തിലോട്ട് വരികയായിരുന്നു. എന്നാ പോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അതായത് തെന്നി ഇറങ്ങാം, തെന്നി ചെറുതായിട്ടൊന്ന് ഇറങ്ങി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തെന്നാൻ പറ്റുന്ന ഇടമാണോ എന്ന് അറിയത്തില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുക. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പതുക്കെ ഇറങ്ങി നോക്കാം. കുഴപ്പമില്ല, കുണ്ടി മുറിയത്തില്ല. എടോ എന്താ സംഭവം എന്നറിയോ, ഇപ്പോഴത്തെ ഈ പിള്ളേരെ കാണുമ്പോ അവര് എന്തുതരം പണിയെടുക്കാതെ നടന്ന് വീട്ടുകാരുടെ ചെലവിലൊക്കെ ജീവിക്കാം എന്നുള്ളൊരു ധാരണയിലുള്ള ഒരുത്തിനും പണിയത്തില്ല. താൻ നോക്കൂ. പിന്നെ ഇവരുടെയൊക്കെ വലിയ ഹീറോ ആകുന്നത് ചായ അടിക്കാര്. ഒരു ഹിന്ദിക്കാരനടുത്തിന് ബിൽഗേറ്റ്സ് വന്ന് ചായ കുടിച്ച വലിയ കാര്യമാവും. ഇതാണ് സെയിന്റ്. അത് ഈ ജനറേഷന്റെ പ്രശ്നമാണ്. ഈ ഇത് തന്നെ ഇവന്റെ പേരെന്താ? എന്റെ പേര് മറന്നുപോയി. അതൊന്ന് ഓപ്പൺ ചെയ്ത് ലിങ്ക് ഓപ്പൺ ചെയ്ത്. കാർലോ സൂപ്പറാ. കാർലോ, നമ്മുടെ കാർലോ. വീട്ടിലൊരു കാർലോ ഉണ്ട്, ഒരു വീഗിള് പറ്റിയുടെ പേര് കാർലോ എന്നാ. എന്റെ ഒരു അനിയനുണ്ട് കാർലോ. കാറി പ്രസവിച്ചോണ്ട് ഇട്ടാ കേട്ടോ. അല്ല ഇവന്റെ പേരൊന്നും അല്ല. ഇവൻ ഏതല്ലേ ഇവൻ? പോപ്പാണോ ആക്കിയത്? പോപ്പിന്റെ ആളല്ലേ? അതുകൊണ്ട് അവിടെ കൊള്ളുമല്ലോ, ചുള്ളൻ. ഇവൻ ഉള്ളതാണോ? മരിച്ചുപോയോ? അപ്പോഴാണോ സെയിന്റ് ആകുന്നത്? ഭാഗ്യം.
മരിച്ചോട്ടെ. ആള് ലുക്കാട്ടോ, നല്ല സുന്ദരക്കുട്ടൻ. ഇവനെയൊക്കെ ചിലപ്പോ ഇഷ്ടപ്പെടും. കാർലോസ് അക്വിറ്റോസ് നല്ല പയ്യൻ, ലുക്കുണ്ട്. അപ്പോഴേ അത് തന്നെ ആണോ ആണ്. ശരിയാ ശരി, അതാന്ന് പറഞ്ഞ ഇത് കേക്ക്. അപ്പൊ ഇവര് പോകുമ്പോ എന്താ പറ്റുന്നേ? ഇവര് കുറെ ചായക്കട ഉണ്ടാക്കുവോ ഈ പുതിയ ജനറേഷൻ? എനിക്കൊന്നും അതായിരിക്കും ഇവിടുത്തെ ടീ സ്റ്റോളുകളുടെ എണ്ണം കൂടിയത്. മറ്റേ ചായ മറിച്ച ബ്ലൂടൂത്ത് സ്പീക്കറും ചായക്കടയും. പിന്നെ അവരും ആഗ്രഹിക്കുന്നത് വേറെ ഭയങ്കര ഡ്രഗ്സും വെറുതെ അങ്ങ് നടക്കുക. അതാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ വയലൻസ് ഭയങ്കര താല്പര്യം, കൂടുതൽ താല്പര്യം അതൊക്കെയാന്ന് പറയാ. സിന്തറ്റിക്കിന്റെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച എന്തുവാ, നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ച് പേർക്കേ ഉള്ളൂ, ഓരോ സർക്കിളിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചത്. ശരിക്കും അതുപോലത്തെ 1 ലക്ഷം സർക്കിൾ ഉണ്ടാകും. ശരിക്കും നമ്മൾ ഇറങ്ങി നടന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കേരളം മൊത്തം നടന്നു, ബാംഗ്ലൂർ നടന്നു, മദ്രാസിൽ പോയി, കോയമ്പത്തൂര് പോയി, മംഗലാപുരത്ത് പോയി, ബോംബെ ഡൽഹി ഒന്നും പോയില്ല. ബോംബെ ഡൽഹി കൽപ്പട്ട അങ്ങോട്ട് പോയില്ലടേ. കൽപ്പട്ട പക്ഷേ ഉണ്ടല്ലോ, ആ കാലത്ത് കൂടുതലും ബാംഗ്ലൂരിലാണ് ആക്ടിവിറ്റി. അവിടെ ചെല്ലുമ്പോഴും ഇതേ ടൈപ്പ് കമ്പനി അടി 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 അടിച്ചടിച്ചടിച്ചടിച്ചങ്ങ് നടക്കുക. പക്ഷേ LSDയും മറ്റേ കൊക്കൈനും ബ്രൗൺ ഷുഗറും ഈ ഹെറോയിനും, അല്ലെങ്കിൽ ഹെറോയിനൊക്കെ അന്ന് ഉണ്ട്, ബ്രൗൺ ഷുഗർ ഉണ്ട്, കൊക്കൈനുണ്ട്, ഓക്കെ അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാ കഞ്ചാവ് അടിച്ച് നടക്കുന്ന സമയത്ത് അവിടെ എവിടെ ചെന്നോലും അടിക്കാര്, ഒരു അടിക്കാരൻ 5-6 തിരിയിട്ട് വലിച്ചു കയറ്റിയിട്ട് കുത്തിയിരിക്കുന്നൊരു അടിക്കാരൻ, വെറുതെ അടിക്കാര്, ഇങ്ങനത്തെ കുറെ എണ്ണം. അവരെന്നിട്ട് ഇരുന്നുകൊണ്ട് വലിയ വർത്താനൊക്കെ പറയും. ഇവിടെ തൊടാത്ത വലിയ ഭയങ്കര സംഭവമൊക്കെ പറയും. പക്ഷെ ഇവർക്കെല്ലാം അടി വലിയൊരു സംഭവമാണ്. ആ അടിക്കാരെല്ലായിടത്തും കയറിയിടും എല്ലാവരും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ചുകൂടിയൊക്കെ എന്താ പറയാ, ആ സ്റ്റാൻഡേർഡ് കാണണമെന്നൊക്കെ ഉണ്ട്. ഇവിടെ ആ പരിപാടി നടത്തണമെന്നുണ്ട്. മനസ്സിലായി? പാർട്ടീസ് ഇപ്പൊ കണ്ടില്ലേ പലരും, ഇപ്പൊ ബോച്ച ആണേലും OG ആണേലും അവര് കുറച്ച് നമ്മളെക്കാൾ എൽഡർ ആണേലും അവര് കുറച്ച് സാധനം അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുമല്ല, ഇവിടുത്തെ ഇവന്റുകാരെല്ലാം എടുത്ത് നോക്ക്, എല്ലാവരുടെയും പരിപാടി ഇതൊക്കെയാ. എല്ലാവരും അങ്ങോട്ട് ഇവന്റ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇത്ര വലിയ സംഭവം. പക്ഷെ എന്നാലും സ്റ്റാൻഡേർഡ് ഒന്നും വന്നിട്ടില്ല. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒന്നും കയറാനെന്നുള്ള കെൽപ്പ് ഇവിടെ ഉള്ളവർക്ക് ഇല്ല ഇപ്പോഴും. പക്ഷെ പരിപാടിയൊക്കെ മാറ്റി, നേരെ പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ആള് കുറച്ചിട്ട് ഇവിടെയൊക്കെ തന്നെ എത്തുന്നുണ്ട്. പള്ളിയില് DJ പാർട്ടി എത്തി. എന്റെ പേര് പെണ്ണ്, കാര്യം പറയണ്ട, എന്റെ പേര് പെണ്ണ്, എനിക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഞഞ്ഞായിട്ടുണ്ട്. അപ്പൊ ഉണ്ടല്ലോ ഈ ഇവന്മാരിനി എന്തോ കാണിക്കാൻ പോകുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവരെന്ത് ഗെയിമും കളിച്ചോണ്ടിരിക്കുവോ? അവരിനി ഈ ലോകം മൊത്തം ഗെയിമാക്കുവോ? ഇതൊരു ഗെയിമാന്ന് വിചാരിച്ചാണോ ഇവർ ജീവിക്കണത്? എന്തോ എവിടെയോ ഇതൊരു പ്രശ്നത്തിലൂടെ ശരിക്കും പോകുന്നത്. ഇത് കഴിയുമ്പോൾ ഇത് മാറും, ഈ ഒരു ജനറേഷനെ കഴിയുമ്പോൾ ഇത് മാറും. എനിക്ക് തോന്നുന്നു അവരുടെ വിഷം ഭയങ്കര മോശമാണ്. അവർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം നമുക്ക് മനസ്സിലാവുന്ന കാര്യം കേട്ടോ. അതായത് വിഷം മോശമാണ്, എഡ്യൂക്കേഷൻ മോശമാണ്. ഇന്ത്യയിലാണ് ഇത് പ്രശ്നം പറ്റിയത്. അതിന്റെ പ്രശ്നം എന്താന്ന് പറയാം, ഞാൻ കേരളത്തിലെ കാര്യം മാത്രമേ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ഇപ്പൊ താൻ പറഞ്ഞ പോലെ ഒരു 50 വർഷം പുറകിലെ യൂറോപ്പും അമേരിക്കയൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമുക്ക് അതായിട്ട് 50 വർഷത്തെ അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞ അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. ഇതിനും ഇപ്പൊ നമ്മളീ വന്ന് നിൽക്കുന്ന ഈ തലമുറയുള്ള ആളുകളില്ലേ, അവര് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവർ 50 വർഷം പുറകിലുള്ള യൂറോപ്പ് ആക്കാനും തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളവര് ഇനി 50 അല്ല, ഒരു 30 വർഷം പഴയ യൂറോപ്പ് ആക്കാൻ പറ്റുന്ന കെൽപ്പില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. ഇപ്പൊ നിൽക്കുന്ന ഈ പിള്ളേരെ കണ്ടാല് തനിക്കൊരു 30 വർഷമല്ല, യൂറോപ്പിന്നോ അല്ലേ വേണ്ട, ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സ്ഥലത്തിനായിട്ട് കോപ്പി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരല്ലെന്നേ ഇവര് ലോകത്തിൽ ഇറങ്ങിയാൽ ഇവര് വൻ പരാജയത്തേ ഉള്ളൂ. ഇത് മാനേജ് ചെയ്യാനിരിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. ഞാനിപ്പോ ഗൂഗിളിന്റെ മറ്റേ CEO മറ്റേ മറിച്ചത് സ്പേസിൽ മലയാളി ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, ഇന്ത്യൻസ് ഉള്ളതിന്റെ. ഈ വരുന്ന പുള്ളികൾ എന്തോ കാണിക്കാൻ പോകുന്ന താനെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇവിടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും, പക്ഷെ എവിടെയോ സിസ്റ്റം വീക്ക് ആയിട്ടുണ്ട്. ഉണ്ട് ഇല്ലെന്നല്ലേ, കൊണ്ട് വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷെ താനൊന്ന് ആലോചിച്ചേക്ക് വേറെ കാര്യം, നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു സ്റ്റാർ ആവാൻ നിൽക്കുന്ന ഒരാളെ ഇനി മോഹൻലാലിനെ അങ്ങ് വിടാൻ കേട്ടോ, തെറ്റിപ്പോയി. ഇപ്പൊ ചായ അടിക്കാരൻ ഇപ്പൊ വലിയ വൈറലായിട്ട് മറ്റേ കൂളിംഗ് ഗ്ലാസ് വെച്ച് ബിൽഗേറ്റ്സ് വന്ന് മേടിച്ചെന്നൊക്കെ പറഞ്ഞ ഒരാളെ മോഹൻലാലിനെ അന്ന് കാണാൻ പറ്റത്തുള്ളൂ. അത് തെറ്റിപ്പോയൊരു ഏരിയ ദിലീപൊക്കെ. പക്ഷെ എന്നാൽ പോലും നമുക്കൊക്കെ കുറെ കൂടി ആവശ്യം ഉണ്ടാകുന്നു.
അപ്പോഴും നമ്മൾ അൽപച്ചീനോയെയും ബ്രാഡ് പിറ്റിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമകൾ ആൾക്കാരാ. അതുപോലെ തന്നെ മോർഗൻ ഫ്രീമാൻ എന്ന് മാത്രമല്ല ഈ ബെർഗ്മാനും മറ്റേ എന്താ പറയണ്ടേ ആരൊക്കെയാ പൊളാൻസ്കിയും ഇങ്ങനെ കുറെ ഡയറക്ടർമാരെ പരിചയപ്പെടുമ്പോ തർക്കോവ്സ്കിയും ഇവരൊക്കെ കാണാൻ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാണ്. അത് കുറച്ച് ടാസ്കുമാണ്, വലിയ പാടുപെട്ട് അതിലും പോയി കണ്ടതും കേട്ടതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവന്മാരെന്താ പിടിക്കുന്ന അറിയോ? ഇവിടെ MDMA അടിച്ചിട്ട് കേൾക്കാനുള്ളത് പാട്ടാണ് ഇത്. ഇവർക്ക് അറിയത്തില്ല എന്താ കേൾക്കണമെന്ന്. അതായത് താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ 50 വർഷം പുറകിലാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് തുടങ്ങാം. 50 വർഷം പുറകിലാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ഈ 50 വർഷം പുറകിലാകുമ്പോഴേക്കും ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും പിള്ളേർ ഇത് വെച്ച് ഇതെങ്ങനെ, ഇതിന്റെ പരിപാടി എന്താണ്, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും ഇവർക്ക് അറിയൊന്നുമില്ല. ഇവര് ഫോണൊക്കെ പുതിയതാ വന്നേക്കുന്നത്, അതും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇത് ഇന്റർനെറ്റ് വന്ന പോലെ തന്നെയാണ് ഈ വരവ്. ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് കാണിക്കണമെന്ന് അറിയാൻ പാടാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ. വാട്സപ്പ് പ്രശ്നം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പണ്ട് എല്ലാത്തിന്റെ അഡ്വാൻസ്മെന്റ് വളരെ സ്ലോയിലായി. ഇൻഫർമേഷൻ ഗ്ലോബലൈസേഷൻ ഈ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് നല്ലപോലെ എസ്റ്റാബ്ലിഷ് ആയപ്പോഴത്തേനും എല്ലാത്തിന്റെയും അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി പതുക്കെയാണെന്നല്ല ഞാൻ സമ്മതിച്ചു. പക്ഷെ താൻ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഇവിടെയൊക്കെ ബാധിക്കുന്നുള്ളൂ, പുറത്ത് ഇത്രയും പ്രശ്നങ്ങളില്ല. വാട്സപ്പ് വന്നപ്പോ ലോകത്തെവിടെ ഇത്രയും പെണ്ണുങ്ങൾ തുണി മറിച്ച് കാണിച്ചിട്ട് മരിച്ചൊന്നും ഇല്ല. കാമുകന് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് മരിച്ച എത്ര യൂറോപ്യൻസിനെ അമേരിക്കൻസിനെ ഓസ്ട്രേലിയയിലാണ് ആരെങ്കിലും അറിയാം? അറബികൾ പോലും ചെയ്തിട്ടില്ല. അല്ലല്ല, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പ് കൊണ്ടല്ല ഈ പ്രൈവറ്റ് സൈറ്റുകൾ ഉണ്ടായിരുന്നു അമേരിക്കയിലൊക്കെ. അതിനകത്തോട്ട് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പിന്നീട് ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നത്തിലായി സൂയിസൈഡ് ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് സംഭവിച്ചിട്ടൊക്കെ വളരെ കുറച്ചാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അവിടെ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എടോ, ആ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഒരു ന്യൂഡ് പിക്ചർ പുറത്തു വന്നാൽ അവിടെ ഒരു പെണ്ണ് ആത്മഹത്യയുടെ ആവശ്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ ഇവിടുത്തെ കാര്യം എന്തുവാണ് ഇവിടെ എല്ലാവരും ആത്മഹത്യ വരും. ഇവിടുത്തെ കാര്യം വേറെ. ഇവിടുത്തെ സോഷ്യൽ ഓർഡർ ഇങ്ങനെയാ. തന്നോട് ഞാൻ ഒരു പോൺ വീഡിയോ തിയേറ്ററിൽ പ്ലേ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ഏത് പെണ്ണിനും തുണിയില്ലാതെ നടക്കാൻ പറ്റുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നല്ല മരണം ഉണ്ടായിരിക്കുന്നത് എന്താണേലും അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതായിരിക്കും. അല്ലാതെ ഇവിടെ ഒരുത്തി ഒന്ന് തുണി ഇങ്ങനെ മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പൊ തന്നെ മരിക്കേണ്ട ഗതികേടാ. ഇവിടെ എന്താ സംഭവിച്ചറിയാം, ഇവിടെ മൊബൈൽ നേരത്തെ വന്നു, പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ വന്നിട്ടില്ല. അതാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, അവിടുത്തെ കൺസെപ്റ്റിനകത്ത് പിന്നെയും വ്യത്യാസം ഉണ്ടല്ലോ. ഫാമിലി എന്ന് പറഞ്ഞ ബേസിലല്ല അവിടെ പലതും നടക്കുന്നത്. പിന്നെ അവിടെ അത് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് സിവിയർ ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടേക്കുന്നത്. മനസ്സിലായത് എനിക്ക്? ഏതാ അതിനെ അവർ കുറച്ചുകൂടി സീരിയസ് ആക്കി. ഇവിടെ ഒന്നും ആക്കിയില്ല. ഇവിടെ മരിച്ചെന്നുള്ളതല്ലാതെ സോഷ്യൽ മീഡിയയുടെ ഈ വരവോട് കൂടി ഇവിടെ ഉണ്ടായ എല്ലാ തകർച്ചയും കണ്ടിട്ടും സോഷ്യൽ മീഡിയക്ക് ഒരു എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊടുത്തിട്ടില്ല. വാട്സപ്പ് യൂസ് ചെയ്യാൻ പോലും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണോ ഈ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് എന്നല്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് സ്കൂളിൽ പഠിപ്പിക്കണം. അത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് ഇവർക്ക് ഗൈഡൻസും വേണം. മോണിറ്റർ ചെയ്യണമെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിച്ചു കൊടുക്കും. എന്തെല്ലാം നല്ല പിള്ളേരുടെ ചിന്താഗതി നല്ല സാധനങ്ങൾ കാര്യമുണ്ട്. ഈ കുട്ടികള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറാവുന്ന പ്രായം ഇവിടുത്തെയും അവിടുത്തെയും വേറെ വേറെയാ. ഇവിടെ നിയമത്തിന്, അതായത് കുട്ടികൾ കാണാൻ പാടുള്ളതും കാണാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ. ജയിലറിൽ തല വെട്ടുന്നത് എന്റെ മുന്നിൽ ഒരു കൊച്ചു കണ്ടിട്ട് സകലരും വന്ന് ജയിലറിന്റെ റിവ്യൂ ഇട്ടിട്ട് ആരും ഇത് പറഞ്ഞില്ല. ആ കാര്യം ഞാൻ മാത്രം പറഞ്ഞ എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിനകത്ത് കുട്ടികൾ വന്നിരിപ്പുണ്ടെന്ന്. എല്ലാരും വന്നിട്ട് സിനിമയെ പറ്റി റിവ്യൂ ചെയ്യും. എല്ലാം കുഴപ്പമാ. റോക്കി ബായ് ഒരു കൊച്ചു ചെറുക്കൻ നടക്കുവോ സൈക്കിളിന്റെ ചവിട്ടി? എന്തോ ആവുമോ അത്? എടോ എന്താ പറഞ്ഞിട്ടുണ്ട്? അല്ല, ഞാൻ എന്തോ പറഞ്ഞു വരുമായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ആൾക്കാരിങ്ങനെ പ്രശ്നത്തിലാകുന്നതിലേ ഈ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ ഒരു സോഷ്യൽ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നം തന്നെ. സിസ്റ്റത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെക്നോളജിയാണ്. ഇവിടെ ഈ വയസ്സായ ആൾക്കാർ മുഴുവൻ ഇരുന്നിട്ട് ഈ പരിപാടി മുഴുവൻ കണ്ടിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവർക്ക് തന്നെ പിള്ളേർ ഇത് ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് റെസ്ട്രിക്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയാൻ പാടാത്ത ആൾക്കാരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇതും അറിയത്തില്ല. അത് വലിയവർക്ക് തന്നെ ഡിവൈസ് എന്തോന്ന് അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് അയക്കുന്ന ആൾക്കാരുണ്ട്, മറ്റേ പറക്കുന്ന സാധനം അയക്കുന്ന ആളുകളൊക്കെ. ഗുഡ് മോർണിംഗ് മെസ്സേജ് ഏറ്റവും കൂടുതൽ വന്നിട്ട് വാട്സപ്പ് ഹാങ് ആയ ദിവസങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യക്കാർ കാരണം
രാവിലെ ഗുഡ് മോർണിംഗ് ഈ ജിഫ് വീഡിയോ എന്താ പറയുക ടെക്സ്റ്റ് ഗൂഗിളിന്റെ സെർവറിന് വാട്സപ്പിന്റെ സെർവറിന് ഭയങ്കര ഭയങ്കര തലവേദനയാണ്. അതാ പറഞ്ഞത് രാവിലെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ക്രിസ്മസ് ആയാലും ഈ ദിവാലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചടങ്ങായത് ഹാങ് ആവുകയാടോ. അവിടെ കറണ്ട് വരെ കൂടുതലെടുത്ത് ഇമാര് കാരണം എന്തോരം പവർ പോയെന്നറിയോ. ഇവന്റെയൊക്കെ എൻ്റെ അടുത്തൊന്നല്ലേ ഇവിടെ പവർ കൊടുക്കുന്നത്. ഇവർക്ക് അറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. അതിനകത്തൂടെ പിന്നെയും തീട്ടം കടത്തുക. മതവും കുടുംബവും ആ ബേസിൽ നിന്ന രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പുരോഗമനം വന്നിട്ടുണ്ട്. പക്ഷെ അറബ്സിന് പ്രശ്നം ഉണ്ടായില്ലടോ. അറബ്സില്ലേ, അറബ്സിന് ഈ ടെക്നോളജി അവർ പെട്ടെന്ന് എടുത്തെങ്കിലും അവർക്ക് നമ്മുടെ അത്രയും പ്രശ്നം ഉണ്ടായില്ല. അവർക്ക് എഡ്യൂക്കേഷനും വേണ്ട, ഇതും വേണ്ട, ആളെ പുറത്ത് കാണത്തുമില്ല. ഇപ്പൊ പെണ്ണുങ്ങൾ ഇറങ്ങി വന്ന് തുണി മറിച്ചിട്ട് പിറ്റേ ദിവസം ആ കോപ്പ് ഇട്ടോണ്ടിറങ്ങി ഇവൾ ഏതാന്ന് അവർക്ക് അറിയത്തില്ലായിരിക്കും. എങ്ങനെ അറിയാനാ? അവള് തുണി മറിച്ച് നിന്നിട്ട് ഇത് മൊത്തം മറിച്ച് പിറ്റേ ദിവസം പുറത്തിറങ്ങി കിടക്കും. എന്തൊരു ഫ്രീഡം! അവിടെ എത്ര പേര് തുണി മറിച്ച് കാണും, ഒരുത്തിരി ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. അവിടെയും കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഈ പറയുന്നത് നല്ലതല്ലേ? പറഞ്ഞത് വളരെ നല്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. ഇതൊക്കെ വേണ്ടതായിരുന്നു. അത് ഇവിടെ കേരളത്തിലും ആവശ്യമുള്ളൊരു സാധനമാണ്. വെറുതെ വിട്ടു വെക്കും മോഹമൂടിയൊക്കെ വെച്ച് നടക്കുന്നത് അല്ലേ? അത് വളരെ നല്ല സാധനം അല്ലേ? എന്തൊരു ഫ്രീഡം ആടോ. എന്തോ ഇതിലൊക്കെ പ്രത്യേകിച്ച് ഓൺലൈനില് ഇതിനോട് മറിച്ച് പക്ഷെ ഭർത്താവിന് മനസ്സിലാവും, അതാ പ്രശ്നം. പക്ഷെ പ്രൈവറ്റ് ആയിട്ടാ പോകുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മാസ്ക് ഇട്ടോ പക്ഷെ തോന്നില്ലേ? ഒരു ചെറിയ മാസ്ക് അത് മാത്രം ഇട്ടോണ്ട് തുണിയും പറിച്ച് നിൽക്കുക. എന്നാലും അവന് മനസ്സിലാവും. പക്ഷെ അവന് മനസ്സിലാകാൻ സാധ്യത കുറവാ. അവനൊരു 5 എണ്ണം ഉണ്ട്. അപ്പൊ അവൻ അത്രയും ശ്രദ്ധ കാണത്തില്ല. ചില അറിവൊന്നും അവൻ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലാണ് ഇവന്മാര്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ടോ, ഈ ശരീരം മൊത്തം കാണരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറക്കേണ്ടതുണ്ട്. ഏത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ വരെ ഫ്രീഡം ഉണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ വരെ ഇത് മറക്കണം. ഫ്രീഡം ഉണ്ട് മോനെ. കുളിക്കുമ്പോ പോലും നഗ്നമായിട്ട് നിൽക്കാൻ പാടില്ല. എനിക്ക് പക്ഷെ അതിനകത്ത് വലിയ അവരത് ഫോളോ ചെയ്യത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അവന്മാരാരാ മക്കള് നല്ല അടിച്ച് പേരെത്തിട്ട് കേറി കാരണം